DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കൊച്ചി സിറ്റി പോലീസ്. രാത്രി 11 മണിക്ക് ശേഷം പബ്ബുകളിൽ DJ പാർട്ടികൾ അനുവദിക്കില്ല. ഉത്തരവ് ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. DJ പാർട്ടികൾ കേന്ദ്രീകരിച്ച് ലഹരി കേസുകളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അബ്ദുൽ നാസർ വിശദാംശങ്ങളുമായി. അബ്ദുൽ നാസർ, നേരത്തെയും ഈ പബ്ബുകൾക്കെതിരെ അല്ലെങ്കിൽ DJ പാർട്ടികൾക്കെതിരെയൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നതാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നടപ്പാക്കുന്ന നിയന്ത്രണത്തിൻ്റെ സ്വഭാവം എന്താണ്? എപ്പോൾ മുതൽ അത് പ്രാബല്യത്തിൽ വരും? സൈഫു, കൊച്ചി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബാറുകളിലെ DJ ബാറുകളിലെ പബ്ബുകളിൽ നടക്കുന്ന DJ പാർട്ടികൾക്കാണ് ഇപ്പോൾ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിൻ്റെ ഒരു പുതിയ ഉത്തരവിലാണ് ഇത്തരത്തിൽ ബാറുകൾക്കെല്ലാം കർശന നിയന്ത്രണം ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറയുന്നത് രാത്രി 11 മണിക്ക് ശേഷം സാധാരണമായി DJ പാർട്ടികൾ നടക്കാൻ അനുവദിക്കുന്നതല്ല. അത്തരത്തിൽ DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ്. ഇനി പഞ്ചനക്ഷത്ര ബാറുകളിലേക്ക് വന്നാൽ 3 മണി വരെ DJ പാർട്ടികൾക്കുള്ള അനുമതി മുൻപ് നൽകിയിരുന്നു. എന്നാൽ അതും ആ സമയം വൈകി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ലഹരി കേസുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നു. ഈ പബ്ബുകളിൽ നടക്കുന്ന DJ പാർട്ടിയുടെ മറവിൽ ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ ഉത്തരവല്ല. മുൻപ് തന്നെ കൊച്ചി സിറ്റി പോലീസ് ഇത്തരത്തിലൊരു ഉത്തരവ് നടപ്പിലാക്കിയിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറും ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഒരു ഉത്തരവ് നടത്തിയിരുന്നു. അതായത് പബ്ബുകളിൽ DJ പാർട്ടി നടക്കുന്നത് 11 മണി വരെ നിശ്ചിതപ്പെടുത്തണം എന്നുള്ളത്. സാധാരണ കൊച്ചി സിറ്റിയിൽ പബ്ബുകളിലും DJ പാർട്ടികൾ നടക്കുന്നത് 11 മണി കഴിഞ്ഞും ഇത് തുടരുന്നൊരവസ്ഥയുണ്ട്. ഇനി പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 3 മണിക്ക് ശേഷവും നീണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഒരു കർശന നിയന്ത്രണം വേണം, അല്ലെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് എത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ ഓപ്പറേഷൻ തൂഫാൻ കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഉത്തരവ് എത്തിയിരിക്കുന്നത്. സൈഫു.